ചേച്ചി, ഞാൻ ഇതിൽ ഏത് ഡ്രസ്സ് ഇടാ? മോളെ പയ്യൻ, നീ വേഗം ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സ് എടുത്തിട്ട് വാ, സമയം പോന്നു. ചേച്ചി, ഈ ഡ്രസ്സ് ഇടട്ടെ? ഈ ഡ്രസ്സ് എന്റെ ബർത്ത്ഡേക്ക് അമ്മ മേടിച്ചു തന്നതാ. എന്റെ പൊന്നു മോളെ, നീ വേഗം ഒരു ഡ്രസ്സ് എടുത്തിട്. അവിടെ ലില്ലിയുടെ വായിരിക്കുന്ന വഴക്ക് മുഴുവൻ ലിസ കേക്കുവാ. ചേച്ചി, എങ്ങനുണ്ട്? കൊള്ളാവോ? കൊള്ളാവോന്നോ? കണ്ടിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു. അതെന്താ അത്രയ്ക്ക് ബോറാണ്? എന്റെ പൊന്നു മണ്ടൂസെ, അവൾ ഉദ്ദേശിച്ചത് അത്രയ്ക്ക് നല്ലതാണ്. എല്ലാവരും റെഡിയായില്ലേ? ഇനി നമുക്ക് പോയാലോ? പോയാലോന്നല്ല, പോവാം. ഇപ്പൊ തന്നെ ലില്ലി നല്ല ചൂടിലാട്ടോ. ഹായ്, ഇന്ന് നമ്മുടെ പയ്യന്റെ ഫ്രണ്ട് ലില്ലിയുടെ ബർത്ത്ഡേ ആണ്. ഈ പാർട്ടിക്ക് പോവാനുള്ള തിരക്കായിരുന്നു ഇപ്പൊ ഇവിടെ കണ്ടത്. എന്തായാലും അവർ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. വയ്യൻ ഒരു ഇന്ത്യൻ ഗേൾ ആണ്. അവളിവിടെ കൊറിയയിലേക്ക് പഠിക്കാനായി വന്നതാണ്. പിന്നെ ബാക്കിയുള്ള നമുക്ക് സ്റ്റോറിയിലേക്ക് അറിയാം. പാർട്ടി നടക്കുന്ന സ്ഥലത്ത് അവരെത്തി. ഓ, തമ്പുരട്ടിമാരെത്തിയോ? സോറിയടി, ഇവന്മാര് താമസിച്ചാ വന്നത്. അതെ, ആരാ താമസിച്ചെന്നൊക്കെ എനിക്ക് അറിയാം. നിങ്ങൾ വന്ന് ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. അമ്മ, ദേ ഇതാണ് വയ്യൻ. ആ, മോളായിരുന്നു വയ്യൻ. ഇവളെപ്പോഴും മോളെ കുറിച്ച് പറയാറുണ്ട്. കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അതിപ്പോ സാധിച്ചല്ലോ. ഇവളും എപ്പോഴും ആന്റീനെ കുറിച്ച് പറയാറുണ്ട്. മോളെ, നോക്കി ഡ്രസ്സ് ചേരുന്നുണ്ട് കേട്ടോ. എന്താ ഇതിന്റെ പേര്? ആ, താങ്ക് യു ആന്റി. ഇതാണ് സാരി. എൻ്റെ അമ്മ എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചു തന്നതാ. ആ മതി, നിങ്ങൾ വന്നേ, ഞാൻ എൻ്റെ ബ്രദേഴ്സിനെ ഒക്കെ പരിചയപ്പെടുത്തി തരാം. ആ, നിങ്ങൾ ചെല്ലു മക്കളെ. ആ കൊച്ചു കൊള്ളാല്ലേ, നമ്മുടെ പിള്ളേർക്ക് ചേരും. ശരിയാ, പാവം കുട്ടി. ദേ ഇതാണ് എൻ്റെ അനിയന്മാര്. ഇത് ഷുഗ, ഇത് ജംഗുക്, ഇത് ജിമിൻ, ജയഹോബ്, ആറം, ജിൻ, കെ. ഡാ, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ലിസ, ജെനി, ജിസോ, റോസി, പിന്നെ വയ്യൻ. ഇവന്മാരെന്തിനാ കുട്ടീനെ ഇങ്ങനെ നോക്കുന്നത്? ലില്ലി, വിശക്കണോ? അപ്പൊ നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഞങ്ങൾ വിചാരിച്ചു പോരാ നേരത്തെ വല്ല കടയിലും കയറി കഴിക്കാന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവളുടെ ഒരുക്കം കാരണം ഒന്നും കഴിക്കാനും പറ്റിയില്ല. അന്നേ നിങ്ങൾ വാ, നമുക്ക് കഴിക്കാം. ജംഗും ജിമിൻ, നിങ്ങളെല്ലാവരും വാ, നമുക്ക് കഴിക്കാം. നിങ്ങൾ നോക്കൂ, ഞങ്ങളിപ്പോ വന്നേക്കാം. വന്നേക്കണം, പറ്റിക്കരുത്. പാടി, നമുക്ക് പോവാം. ജയ, ഞാൻ ആലോചിക്കുന്നത് തന്നെയാണോ നിങ്ങളും ആലോചിക്കുന്നത്? അതെ ജയക്കെ, ആ സാരിയിലുള്ള എന്നാ ഭംഗിയാന്നേ. അല്ല, അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ കൊല്ലണം. അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, അവനെ കൊല്ലണം. ഏട്ടൻ പറഞ്ഞ ശരിയാ. അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, അവനെ തട്ടുന്നു, പിന്നെ നമ്മൾ അവളെ കെട്ടുന്നു. അല്ല, അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് നമ്മളിപ്പോ എങ്ങനെ അറിയാ? നമുക്ക് അവളോട് ചോദിച്ചാ പോരെ? മതി, നമുക്ക് അവളോട് ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ മതി. ഉണ്ടേലും ഇല്ലേലും അവള് നമുക്കുള്ളത് തന്നെയല്ലേ. നിങ്ങൾ വേഗം വന്നേ, അല്ലെ ലില്ലി ഇങ്ങോട്ട് വരും. ഓ, വന്നു തമ്പുരാക്കന്മാര്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് കൊറേ നേരമായല്ലോ, എന്തെടുക്കുമായിരുന്നു? ഓ, വഴക്ക് പറയല്ലേ ലില്ലി മാഡം, ഞങ്ങൾ അവിടെ ഒരു കാര്യം പറയുമായിരുന്നു. എന്തായാലും ഞങ്ങളിപ്പോ വന്നില്ലേ. അവരെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. അല്ല ചേട്ടാ, നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നു? ഓ, ഞങ്ങൾ 7 പേരും എ ഡി ഗ്രൂപ്പ്സ് കമ്പനിയുടെ CEO ആണ്. ഞാൻ കേട്ടിട്ടുണ്ട്. പയ്യന്നിന് എന്താ പ്ലാൻ? പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വല്ല കമ്പനിയിലും കേറണ്ടേ? കേറണം. എന്റെ അച്ഛന്റെ കമ്പനിയിൽ തന്നെ കേറാന്നാണ് വിചാരിക്കുന്നത്. വയ്യൻ, ഇയാള് കമ്മിറ്റഡ് ആണോ? അല്ല, ഞാൻ കമ്മിറ്റഡ് അല്ല. എടാ, നമ്മുടെ പണി കുറഞ്ഞല്ലോ. അതെ, നമ്മുടെ പണി കുറഞ്ഞു. അല്ല, ഈ അമ്മ ഇപ്പൊ എന്തിനാ സ്റ്റേജിൽ കയറി നിൽക്കുന്നത്? എടി, അമ്മ സ്റ്റേജിലോ എവിടെയെങ്കിലും ഒക്കെ നിക്കട്ടെ, നിന്റെ തലയിലൊന്നും അല്ലല്ലോ. ഹായ്, എല്ലാവർക്കും പാർട്ടി ഇഷ്ടപ്പെട്ട
എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് കേട്ടോ ഇപ്പോൾ ഈ സ്റ്റേജിൽ കയറി നിൽക്കുന്നത്. എന്തായിരുന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ എൻ്റെ 7 മക്കളുടെയും കല്യാണം നടക്കാൻ പോകുന്നു. അതും എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കൾ. ഇച്ചായ വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും വേഗം വന്നേ.